പ്രിയപ്പെട്ടവരെ, JR ജ്യോതിഷാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ എപ്പോഴാണ് ഒരു ജ്യോതിഷിയെ കാണേണ്ടത് എന്നത് സംബന്ധിച്ച് ചെറിയൊരു വിവരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും ഒരു ജ്യോതിഷിയെ കാണേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലല്ലാതെ, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ പോകുന്നില്ല. നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് വെച്ചാൽ മാത്രമേ കേട്ടോ ഞാൻ ഈ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു ജ്യോതിഷിയെ കണ്ട് ചെറിയ വഴിപാടുകളോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. മറ്റേത് നമ്മൾ ആ രീതിയിലൊന്നും പോവാതെ നമ്മൾ വന്നതിങ്ങനെ അനുഭവിച്ച് നമ്മുടെ പീക്ക് ലെവലെത്തുന്ന സമയത്ത് ഇനിയൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഇനിയൊന്നും വേറൊരു വഴിയും ഇല്ല എന്നുള്ളൊരു ഘട്ടം ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല ഒരിക്കലും. നമ്മുടെ കയ്യിൽ ഞാൻ പറയുന്നത് സ്ഥിരമായിട്ട് നമുക്ക് പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ ആളുകൾ വരുന്നത് സാഹചര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പരമാവധി എല്ലാതും കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ അടുത്ത് വരാറ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി നമുക്ക് ചെറിയ ചെറിയ മുടക്കങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ, ഇപ്പോൾ നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ജ്യോതിഷിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരിൽ നിന്നും ഉപദേശം ലഭിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയും പോവും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ജ്യോതിഷികളെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളുണ്ടാവില്ല. എല്ലാവർക്കും ഗുഡ് ഈവനിങ്.